പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ് വിഘടനവാദി ഗ്രൂപ്പ് ലിബറേഷൻ ആർമി. 8 ദിവസത്തിനിടെ ബലൂചിസ്ഥാനിൽ 22 ആക്രമണങ്ങൾ നടത്തിയെന്നും 26 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചുവെന്നുമാണ് സംഘടനയുടെ അവകാശവാദം. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും വരെ പോരാടുമെന്നാണ് പുതിയ പ്രസ്താവന സംഘടന പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, 1 ലക്ഷത്തോളം ഗറില്ല പോരാളികൾ ഇവർക്കായി നിരത്തുകളിൽ പൊരുതുന്നു എന്നുള്ളതാണ്. അത് പാകിസ്ഥാനെ വല്ലാതെ വിറപ്പിക്കുകയാണ്. 26ഓളം ആളുകൾ കൊല്ലപ്പെടുന്നു. അത് മാത്രമല്ല, പ്രവിശ്യയുടെ 85% പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. സ്വന്തം കറൻസിയുണ്ട്, സ്വന്തം പതാകയുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ ആഭ്യന്തര സംഘർഷം മൂർച്ഛിക്കുകയാണ്. സജിത്ത് വിവരങ്ങളുമായി ചേരും. സജിത്ത്, ചെറിയ വിഷയമല്ല പാകിസ്ഥാൻ നേരിടുന്നത്. ഈ മേഖലയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവരുടെ ആയുധങ്ങളെ, സൈനികരെ വെല്ലുവിളിക്കത്തക്ക വിധമുള്ള വളർച്ചയാണ് വിഘടനവാദത്തിന് പാകിസ്ഥാനിൽ. തീർച്ചയായും അസാധാരണമായ പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. 2005 മുതൽ തന്നെ ഈ നീക്കം അതിൻ്റെ ഏറ്റവും ശക്തമുള്ള അവസ്ഥയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ബലൂജ് വിഘടനവാദികൾ നടത്തുന്ന നീക്കം അവിടുത്തെ സർക്കാരിനെ തന്നെ അട്ടിമറിക്കപ്പെടുമോ എന്ന തരത്തിലുള്ള ആശങ്ക പോലും ഉണ്ടാക്കുന്നു എന്നാണ് സാഹചര്യം. അതായത് ബലൂചിസ്ഥാൻ പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം, ഈ ബലൂജ് പ്രദേശത്തിൻ്റെ 85% തങ്ങളുടെ കയ്യിലാണെന്ന് അവരുടെ വാദം. 1 ലക്ഷത്തിലധികം വരുന്ന ബലൂജ് ലിബറേഷൻ ആർമി അംഗങ്ങൾ സജീവമായി തന്നെ പോരുണ്ട്. 2025 മുതൽ നേരിടേണ്ടി വരുന്ന പോരാട്ടങ്ങളും ആക്രമണങ്ങളും ഒട്ടും ചെറുതല്ല. കഴിഞ്ഞ 8 ദിവസത്തിനിടയിൽ നിർണായകമായ പല നീക്കങ്ങളും നടന്നിട്ടുണ്ട്, പല അട്ടിമറി ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിലാണ്. അപ്പോൾ ബലൂചിസ്ഥാൻ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന വാദം, അത് പാകിസ്ഥാൻ അതിന് വഴങ്ങേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കാരണം ആ രീതിയിലുള്ള വലിയ വിഘടനവാദ പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ നേരിടുന്നത് എന്നതാണ് സാഹചര്യം. പാകിസ്ഥാന്റെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ നടത്തിയ പരിശോധനയിൽ തന്നെ ഈ ആക്രമണങ്ങളുടെ കണക്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 8 ദിവസത്തിനിടെ നടന്ന നിരവധി ആക്രമണങ്ങളുണ്ട്. ഇതിൽ പലതും വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പൊതുവിൽ പാകിസ്ഥാന്റെ ജനാധിപത്യം തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വലിയ ചോദ്യം ചിഹ്നമായിട്ടുണ്ട്. വലിയ തരത്തിൽ ജനാധിപത്യ ധ്വംസനം അവിടെ നടക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ ഇന്റർനെറ്റും മറ്റും വിച്ഛേദിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തി സർക്കാർ ഇതിനെയൊക്കെ നേരിടാൻ ശ്രമിക്കുമ്പോഴും മറുതരത്തിൽ അത് വലിയ പ്രശ്നങ്ങളായി മാറുന്നു. ലോക സംഘടനകളുടെ വലിയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ബലൂചിസ്ഥാൻ ഒരു പ്രത്യേക രാഷ്ട്രമായി മാറുമോ എന്ന നീക്കത്തിലേക്കാണ് വരുന്നത്. എന്തായാലും ഈ വിഘടനവാദികളുടെ നീക്കത്തിനോട് മറ്റ് ലോകരാജ്യങ്ങളുടെ പിന്തുണ എത്രമാത്രം ഉണ്ടാകുമെന്നത് പറയാതെ വയ്യ. എന്തായാലും പാകിസ്ഥാൻ നേരിടുന്നത് അസാധാരണമായ പ്രതിസന്ധിയാണ്. സ്വന്തം രാജ്യത്തിനുള്ളിൽ മറ്റൊരു മേഖല ഉണ്ടാകുന്നു എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. പ്രദേശത്തിൻ്റെ 85% സ്ഥലങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന ബലൂജ്വാദികളുടെ വാദം സർക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടിയും അസാധാരണ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിരവധി ഏറ്റുമുട്ടലാണ്. ഇത് പൊതുവിൽ പാകിസ്ഥാന്റെ ബലൂജ് മേഖലകൾക്കപ്പുറമുള്ള ഇടങ്ങളിലേക്കും ഈ പ്രതിസന്ധി ബാധിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പാകിസ്ഥാനെ ബലൂജ് ആർമി വിറപ്പിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.